രാഷ്ട്രീയത്തിലെ പോരായ്മകളൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിന് മാറ്റു കൂട്ടുന്നതാണ് കൊട്ടിക്കലാശം. കൊടിയും തോരണവും പ്ലക്കാർഡുകളും ഒക്കെയായി വ്യത്യസ്ത പാർട്ടികളെ നെഞ്ചിലേറ്റിയ ഓരോ മനുഷ്യനും തെരുവിലേക്ക് എത്തും. പിന്നെ മേളത്തിനൊപ്പം താളത്തിനൊപ്പം മെയ് മറന്ന 2 മണിക്കൂർ. ജനാധിപത്യ ഉത്സവമായ തെരഞ്ഞെടുപ്പിന്റെ അണമുറിയാതെയുള്ള ആവേശം അവസാന ലാപ്പിലെത്തുമ്പോഴാണ് കൊട്ടിക്കലാശം. മേളത്തിനൊപ്പം താളം പിടിച്ച് അതങ്ങ് ആഘോഷമാക്കും. പാർട്ടിയുടെ കൊടിയും നേതാവിന്റെ ചിത്രങ്ങളുമൊക്കെയായി പ്രധാന കേന്ദ്രത്തിൽ അവർ ഒത്തുകൂടും. ആവേശം സാഹസികതയ്ക്ക് വഴിമാറും. എതിരാളിയുടെ കൊടിയുടെ മുകളിൽ കൊടി ഉയർത്താൻ എവിടം വരെ കയറും. ആവേശകരമായ കൊട്ടിക്കലാശത്തിന്റെ ബാക്കി പത്രമായി ചിലതുണ്ട്. മറ്റൊന്ന് ഈ ഗതാഗതക്കുരുക്കാണ്. അണികളും നേതാക്കളും ഒക്കെ പോയാലും ഈ കൂട്ടർ ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി ഗതാഗതക്കുരുക്കല്ലേ കൊട്ടിക്കലാശം ഒഴിവാക്കിക്കൂടെ എന്ന ചോദ്യം ഉന്നയിച്ചാൽ മറുപടി ഇങ്ങനെയൊക്കെയാണ്. വലിയ ഗതാഗതക്കുരുക്ക അത് എന്നുള്ളതല്ലോ, ഇതൊരു ഉത്സവം, ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം. അതുകൊണ്ട് ജനങ്ങളെല്ലാം കൂടെ ഒന്ന് ആഘോഷിച്ചു, അത്രയേ ഉള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും അനുഭവിക്കണം. ബാക്കി എന്തെല്ലാം കാര്യത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്നു. വലിയ ബ്ലോക്കായിരുന്നു. നമ്മളും ബ്ലോക്കിൽ കഴിഞ്ഞാൽ പറഞ്ഞത് പാർട്ടിയിലെ ഒരു തെരഞ്ഞെടുപ്പല്ലേ, എല്ലാം നടക്കണമല്ലോ. 5 വർഷത്തിലൊക്കെ വരുന്നതല്ലേ, അപ്പം അത് അതിൻ്റെതായ രീതിയിൽ പോട്ടെ. ഏതായാലും നിശബ്ദമായ പ്രവർത്തനത്തിന്റെ ഒരു പകലും രാത്രിയും കഴിയുന്നതോടെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ ഓരോരുത്തരും വിരൽ ചൂണ്ടും. മനസ്സും രാഷ്ട്രീയവും ആർക്കൊപ്പമായാലും വിരലിൽ മഷി പതിയുമ്പോഴാണ് നമ്മൾ ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ വിശ്വാസിയാകുന്നത്. ക്യാമറമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം KK പ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.